സെയിന്റ് അഗസ്റ്റിൻ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാപമാണ് അഭിലാഷം. ശ്രീ ബുദ്ധൻ തന്റെ പഠിപ്പിക്കൽ പ്രകാരം കൂട്ടിച്ചേർത്തു, എല്ലാ ദുഃഖങ്ങളുടെയും പിന്നിൽ അവനവന്റെ അഭിലാഷമുണ്ട്. ശ്രീകൃഷ്ണന്റെ പഠിപ്പിക്കല് ഒരു വ്യക്തിയുടെ മോക്ഷത്തിന് തടസ്സം നിൽക്കുന്നത് അവന്റെ അഭിലാഷമാണ്. കാരണം എല്ലാ അഭിലാഷങ്ങളും കീഴടക്കലാണ്, ആർജിക്കലാണ്, നേടിയെടുക്കണം എന്ന സ്വാർത്ഥ മോഹത്തിലാണ് എല്ലാ അഭിലാഷങ്ങളും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അഭിലാഷങ്ങൾക്കും ഒരു പൈശാചികമായ സ്വഭാവം. ഇതിന്റെ ഒരു മറുമരുന്നാണ് സ്നേഹം. അത് ദൈവമാണ്. ദൈവം സ്നേഹമാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത? ദൈവസ്നേഹം കൊടുക്കുന്നതാണ്, നൽകുന്നതാണ്, നൽകിയാണ് കീഴടക്കുന്നത്. പിതാവാ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പിതാവാ ദൈവത്തിന്റെ സ്നേഹം പുത്രനിലൂടെ വെളിപ്പെട്ടു. തന്റെ പുത്രനെ ലോകത്തിന് നൽകി ഈ ലോകത്തെ സ്നേഹം കൊണ്ട് കീഴടക്കി. അതുകൊണ്ട് അഭിലാഷം പൈശാചികവും സ്നേഹം ദൈവികവുമാണ്. ഇത് തമ്മിലുള്ള പോരാട്ടം ഈ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നത്. സമീപകാലത്ത് ദൈവം തമ്പുരാൻ തന്റെ പുത്രനെ ഈ ലോകത്തേക്ക് നൽകിയതായ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുകയും ആ സ്നേഹത്തിൽ കൂടെയാണ് സഞ്ചരിക്കുകയും ചെയ്യുന്നത്. കുരിശ് വരെയാണ് പിതാവാ ദൈവം തന്റെ പുത്രനെ ലോകത്തിന് നൽകിയത്. ഈ കുരിശിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കും വിശ്വസിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്ത് നൽകിയതോടുകൂടി തന്റെ സ്നേഹം ഏറ്റവും ഉന്നതമായ നിലയിൽ ലോകത്തിന് കൊടുക്കുവാൻ സാധിച്ചു. ഈ സ്നേഹത്തിലേക്കാണ് നമ്മുടെ ഈ നിയമകാലത്തെ യാത്ര. കുരിശിലൂടെയുള്ള തൻ്റെ യാത്ര ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണെന്ന് മനസ്സിലാക്കാൻ ആ നൽകുന്ന അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.